Welcome to EduZone, a perfect learning experience. Hello children, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവരും പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കുന്നില്ലേ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് പേജ് എത്തിയിട്ടുണ്ട്, പേജ് നമ്പർ 18. അതിലെ പ്രോബ്ലംസ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഒരു 3 പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. The difference of the two smaller angle of a right angle triangle is 20. Calculate all the 3 angles. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൽ എത്ര ആംഗിൾസ് ഉണ്ടായിരിക്കും? 3 ആംഗിൾസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഈ 3 ആംഗിൾസ് ഉള്ളൊരു ട്രയാങ്കിൾ, എല്ലാ ട്രയാങ്കിളിനും 3 ആംഗിൾസ് ആണ്. അപ്പോൾ അവർ പറയുന്നത് അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയ ആംഗിൾ ട്രയാങ്കിളുകളെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം അല്ലേ? പിന്നെ ഒരു ക്ലൂ പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസ് ഓഫ് ദി 2 സ്മോളർ ആംഗിൾസ്. അപ്പോൾ സ്മോളർ ആംഗിൾസ് ഏതായിരിക്കും? ഇതും ആയിരിക്കും അല്ലേ? അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കുമ്പോൾ അല്ലേ, മൈനസ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ആംഗിളിനെ, സ്മോളർ ആംഗിൾസിനെ ഒന്നിനെ എക്സ് എന്നും ഒന്നിനെ വൈ എന്നും എടുക്കാം. നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ തരാത്തത് നമ്മൾ വേരിയബിൾസ് എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുത്തു. അവരുടെ ഒരു തമ്മിലുള്ള ഡിഫറൻസ് അവർ തന്നിട്ടുണ്ട്. 2 സ്മോളർ ആംഗിൾസിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 20 ഡിഗ്രി. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ ഇക്വേഷനിൽ എഴുതാം? x minus y is equal to 20. അങ്ങനെ എഴുതിക്കൂടെ? അതായത് ഈ 2 ആംഗിളുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 20. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആംഗിൾ എന്തായാലും 90 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ കണ്ടുപിടിച്ചു, അത് 90 ഡിഗ്രിയാണ്. പിന്നെ ചെറിയ ആംഗിളുകളുടെ ഡിഫറൻസ് അവർ തന്നിട്ടുണ്ട്, 20 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ x minus y is equal to 20 എന്ന് എഴുതാം. കാരണം നമ്മൾ ആംഗിളുകളെ എക്സും വൈയും ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് അത് ആദ്യം എഴുതാം. ലെറ്റ് ആംഗിൾസ് ബി എക്സ് ആൻഡ് വൈ അല്ലേ? സ്മോൾ ആംഗിൾസ് നമ്മൾ എക്സും വൈ ആയിട്ട് എടുത്തു. ഇനി കണ്ടീഷൻ അനുസരിച്ച് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20 എന്ന് എഴുതി. അപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? ഈ എക്സും വൈയും ആഡ് ചെയ്ത് എത്ര കിട്ടുമെന്ന് നമുക്കറിയാം. നമുക്ക് എന്താ അറിയാം? ഏതൊരു ട്രയാങ്കിളിൻ്റെയും 3 ആംഗിളുകളും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? ഇപ്പോൾ ഇത് സെഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് വൈ സെഡ്, എക്സും വൈയും സെഡും ആഡ് ചെയ്താൽ, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകളും ആഡ് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 180 ഡിഗ്രി കിട്ടും. അത് എല്ലാ ട്രയാങ്കിളിനും അങ്ങനെ തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 180 ഡിഗ്രി കിട്ടുമല്ലോ. ഇവിടെ നമ്മുടെ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ 3 ആംഗിൾ കൂട്ടി 180 കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 90 180 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി എന്ന് കിട്ടും. അതിനർത്ഥം എന്താണ്? ഈ 2 ആംഗിളുകളും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 90 ഡിഗ്രി കിട്ടണം അല്ലേ? അപ്പോഴല്ലേ ആ 90 പ്ലസ് ഈ 90 ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്മോളർ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 90 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 കിട്ടണം. കാരണം ഒരു ആംഗിൾ 90 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആംഗിൾ നമുക്കറിയാം 180 ആണ് ഒരു ട്രയാങ്കിളിൻ്റെ. അപ്പോൾ അതിലൊരു ആംഗിൾ 90 ആയ ബാക്കി 90 ആണത് അല്ലേ? ആ 90 ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടണ്ടേ 90 എന്ന്? അപ്പോഴല്ലേ അതിൻ്റെ കൂടെ ഈ 90 കൂട്ടുമ്പോൾ 180 ടോട്ടൽ കിട്ടുള്ളൂ. സോ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടെ അതിൽ നിന്ന് കിട്ടും. അതെന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. ഇനി ഇത് സോൾവ് ചെയ്യാലോ. സിമ്പിൾ ഇക്വേഷൻ ആണ്, പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇവിടെ ഒരു വൈ മൈനസ് വൈ ടേം ഒരു പ്ലസ് വൈ ടേം ഉണ്ട്, അത് തന്നെ ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ആ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈയുടെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇത് ആഡ് ചെയ്യാണ് ചെയ്യുക അല്ലേ? നമ്മൾ ഇക്വേഷൻസ് കിട്ടിയാൽ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x. ഇത് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അത് 0 ആയി പോയി. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 പ്ലസ് 20 110 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ
2x ഈക്വൽ ടു 110 എന്ന് കിട്ടി. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ? 110 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എന്ത് കിട്ടും? 55 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരേ ആംഗിൾ എന്ത് കിട്ടി? 55 എന്ന് കിട്ടി. അടുത്തത് y കണ്ടുപിടിക്കട്ടെ. ഈ എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ വരുന്നത് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20 എന്നാണ്. അതിൽ എക്സിന് പകരം ഞാൻ 55 എന്ന് കൊടുത്തു. നമ്മൾ കണ്ടുപിടിച്ചല്ലോ മൈനസ് വൈ ഈക്വൽ ടു 20. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് വൈ ഇവിടെ നിർത്തുക, 55 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതെന്താവും? മൈനസ് വൈ ഇസ് ഈക്വൽ ടു 20 മൈനസ് 55 ആവും അല്ലേ? അപ്പോൾ മൈനസ് വൈ ഇസ് ഈക്വൽ ടു വലുതിന് ചെറുത് കുറച്ചാൽ എങ്ങനെയാണ്? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ? രണ്ട് ഡിഫറൻസ് ആയി വന്നു. ഇവിടെ +20 മൈനസ് 55 ആണ്. അപ്പോൾ 55 എന്ന് നമ്മൾ 20 കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 എന്ന് കിട്ടും അല്ലേ? 35 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആരുടെ ചിഹ്നമാണ്? ഇയാളുടെ ചിഹ്നം. അപ്പോൾ മൈനസ് 35 എന്ന് കിട്ടും വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പോൾ y ഇസ് ഈക്വൽ ടു നമുക്ക് രണ്ട് സ്ഥലത്തും മൈനസ് വരികയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ y ഇസ് ഈക്വൽ ടു 35 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി എന്ന് കിട്ടി, y ഇസ് ഈക്വൽ ടു 35 ഡിഗ്രി എന്ന് കിട്ടി. പിന്നെ സെഡ് മൂന്നാമത്തെ ആംഗിൾ അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ വ്യക്തമാണ്. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും? തേർഡ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇതാണ് ഈ ട്രയാംഗിളിൻ്റെ 3 ആംഗിളുകൾ. നിങ്ങൾക്ക് സംശയം ഈ 3 ആംഗിൾ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 180 കിട്ടും അല്ലേ? 3 ആംഗിളുകളും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ മനസ്സിലായല്ലോ ഈ പ്രോബ്ലം? വളരെ സിമ്പിളായിട്ടൊരു പ്രോബ്ലമാണ്. മനസ്സിലാക്കി ചെയ്താൽ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എല്ലാ ക്ലൂസും മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിന് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് മാത്രം നമുക്കൊന്ന് ഓർത്തെടുത്താൽ മതി. അത് പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഇത് 90 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്താൽ 90 ആണെന്ന് നമുക്കറിയാം അല്ലേ? പിന്നെ അവർ തന്നിട്ടുണ്ട് എക്സ് എന്ന് ഈ രണ്ട് ആംഗിളുകൾ മൈനസ് ചെയ്താൽ 20 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി നമ്മൾ കണ്ടുപിടിച്ചതും ഇത് അവർ തന്നിരിക്കുന്ന ക്ലൂ ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ജസ്റ്റ് സോൾവ് ചെയ്യേ വേണ്ടു. നമുക്ക് എക്സ് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. തേർഡ് ആംഗിൾ ഇസ് 90. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. പേജ് നമ്പർ 18-ലെ സെക്കൻഡ് പ്രോബ്ലം. When a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and remainder are still both 2. What are the numbers? അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലേ, അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 6 എന്നുള്ള നമ്പർ എടുക്കുക. അപ്പോൾ എത്രയാണ്? 6 × 2 12, റിമൈൻഡർ 0 കിട്ടും അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? മുകളിൽ വരുന്നതിനെയാണ് കോഷ്യൻ്റ് എന്ന് പറയുന്നത് അല്ലേ? അടിയിൽ വരുന്നതാണ് റിമൈൻഡർ. ഇനി ഈ സൈഡിൽ എഴുതുന്നത് എന്താണ്? ഇതിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. ഉള്ളിൽ എഴുതുന്ന ഈ നമ്പർ ഏതാണ്? ഡിവിഡൻഡ് എന്ന് പറയും. അപ്പോൾ ഡിവിഡൻഡും ഡിവൈസറും റിമൈൻഡറും കോഷ്യൻ്റും തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണത്? ഓർമ്മയുണ്ടോ? അതായത് ഇതെന്താണ്? ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം പ്ലസ് റിമൈൻഡർ അല്ലേ? അപ്പോൾ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ആണ് എന്ത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറൊരു നമ്പർ ഇവിടെ ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ റിമൈൻഡർ 0 വരുന്ന ഒരു നമ്പറാണ് അല്ലേ? ഇനി നമുക്ക് റിമൈൻഡർ 0 വരാത്തൊരു നമ്പർ എടുത്ത് നോക്കാം. അപ്പോൾ 13/6 ചെയ്ത് നോക്കാം. അപ്പോൾ 6 2s are 12, ബാക്കി 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിൽ ഇതാണ് കോഷ്യൻ്റ്, ഇതാണ് റിമൈൻഡർ. അപ്പോൾ നമ്മളിവിടെ 13 ആണ് നമ്മുടെ ഡിവിഡൻഡ് അല്ലേ? നമുക്കിത് ഈക്വേഷനിൽ ഇട്ട് നോക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 13 is equal to നമ്മുടെ ഡിവിഡൻഡ് ഇവിടെ 13 ആണ്. നമ്മുടെ ഡിവൈസർ എത്രയാണ്? 6 ആണ്. ഇവിടുത്തെ നമ്മുടെ കോഷ്യൻ്റ് 2 ആണ് പ്ലസ് റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ 13 വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 6 × 2 12, 12 + 1 13. മനസ്സിലായോ? അപ്പോൾ 13 is equal to 13.
അപ്പോൾ ഇങ്ങനത്തെ ഈ ഇക്വേഷനിൽ ഇട്ടാൽ നമുക്ക് ഡിവിഡൻഡും ഡിവൈസറും കോഷ്യൻ്റും ഒക്കെയുള്ള ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു ഡിവൈസർ ഏതാണ്, ഡിവിഡൻഡ് ഏതാണ്, കോഷ്യൻ്റ് ഏതാണെന്നൊക്കെ നന്നായി മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെറ്റിപ്പോവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യും നോക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തന്നതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? when a larger number is divided by a smaller number. അപ്പോൾ നമുക്ക് ലാർജർ നമ്പറിനെ എന്തായിട്ട് എടുക്കാം? ലാർജർ നമ്പറിനെ എക്സ് ആയിട്ടും സ്മോളർ നമ്പറിനെ വൈ ആയിട്ടും എടുക്കാം. അപ്പോൾ ലാർജർ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, സ്മോളർ നമ്പർ വൈ ആയിട്ട് എടുത്തു. അവർ പറയാണ് when a larger number is divided by a smaller number. ഒരു ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതായത് എക്സിനെ വൈ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കോഷ്യന്റും റിമൈൻഡറും 2 എന്ന് കിട്ടി. അതായത് 2 എന്താ കിട്ടിയിരിക്കുന്നത്? 2 എന്നാണ് കിട്ടിയത്. അതായത് ഇവിടുത്തെ കോഷ്യന്റും ഇവിടെ ലാസ്റ്റ് വരുന്ന റിമൈൻഡറും 2 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് when 5 times the smaller number is divided by the larger number. 5 times the smaller number, നമ്മുടെ സ്മോളർ നമ്പർ y അല്ലേ? അപ്പോൾ 5 times the smaller number എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? അത് 5y ആയിരിക്കും അല്ലേ? 5 times the smaller number is divided by the larger number. നമ്മുടെ ലാർജർ നമ്പർ x തന്നെയാണ്. ചെയ്തപ്പോഴും അവർ പറയുന്നത് അപ്പോഴും എന്ത് കിട്ടിയെന്നാണ്? കോഷ്യന്റും റിമൈൻഡറും എന്ത് കിട്ടി? 2 എന്ന് തന്നെ കിട്ടി. അതായത് 5y-നെ x കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴും കോഷ്യന്റും 2 കിട്ടി, അടിയിൽ റിമൈൻഡറും 2 കിട്ടിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 2 ക്ലൂവിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡിവിഡൻഡ് is equal to എന്തായിരുന്നു? ഡിവിഡൻഡ്, ഇതാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് is equal to ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ അല്ലേ? ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഡൻഡ് അതായത് എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈസർ ഇവിടെ y ആണ്, ഇൻറ്റു കോഷ്യന്റ് ഇവിടുത്തെ 2 ആണ്, പ്ലസ് റിമൈൻഡർ ഇവിടെ 2 ആണ് അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 × y 2y പ്ലസ് 2 ഇങ്ങനെ കിട്ടും ആദ്യത്തെ കേസിൽ. ഈ കേസിൽ ഇതാണ് കേസ് നമ്പർ 1 ആയി നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം? ഇതിൽ നിന്ന് ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്യാം. ഡിവിഡൻഡ്, ഇവിടുത്തെ ഡിവിഡൻഡ് ആരാണ്? 5y ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിവൈസർ x ആണ് അല്ലേ, ഇൻറ്റു ഇവിടുത്തെ കോഷ്യന്റ് 2 ആണ്, പ്ലസ് ഇവിടുത്തെ റിമൈൻഡർ 2 ആണ്. അപ്പോൾ നമുക്ക് 5y ഇസ് ഈക്വൽ ടു 2x പ്ലസ് 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഒന്ന് ഇതും ഒന്ന് ഇതും അല്ലേ, 1 2. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ x ഈക്വൽ ടു 2y പ്ലസ് 2 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ x എന്ന് പറയുന്നത് 2y പ്ലസ് 2 ആണ് അല്ലേ. ആ എക്സിൻ്റെ വാല്യൂ ഇവിടുത്തെ എക്സിൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ 1-നെ ഇക്വേഷൻ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1-നെ ഇക്വേഷൻ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 ഏതാണ് നമ്മുടെ ഇക്വേഷൻ 1? ഇത്. ഇക്വേഷൻ 2 ഇത്. അപ്പോൾ ഇക്വേഷൻ 2-ൽ വേണം ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഇക്വേഷൻ 2 നമുക്ക് ഇവിടെ എഴുതാം 5y ഈക്വൽ ടു 2x പ്ലസ് 2. എക്സിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2y പ്ലസ് 2 എന്നുള്ള വാല്യൂ. അപ്പോൾ 5y ഈക്വൽ ടു 2 ഇൻറ്റു
എക്സിന് പകരം നമ്മൾ 2y + 2 എന്ന് കൊടുക്കുക. ഈ എക്സിന് പകരം ഈ വാല്യൂ, കാരണം ഇത് എക്സ് ഈക്വൽ ടു ആണല്ലോ, അപ്പോൾ ഈ വാല്യൂ കൊടുക്കുക. 2y + 2 2y + 2 + 2 അവിടെ ഉള്ളതാണ്. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്തത്, ഈ എക്സിൻ്റെ പകരം ഈ 2y + 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. 5y = 2 2 × 2y 4y + 2 × 2 4 + 2 5y = 4y + 4 + 2 6 5y, ഈ 4y ഇങ്ങോട്ട് കൊണ്ടുവരാം, -4y ആവും, = 6 അവിടെ തന്നെ. 5y എന്ന് 4y മൈനസ് ചെയ്താൽ y = 6. അപ്പോൾ നമുക്ക് y-യുടെ വാല്യൂ, അതായത് സ്മോളർ നമ്പർ കിട്ടി. സ്മോളർ നമ്പർ ആണ് നമ്മൾ y ആയിട്ട് എടുത്തിരുന്നത്, അത് 6 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇതിലിട്ട് കൊടുത്താൽ പോരെ. ഈ y-യുടെ വാല്യൂ നമുക്കറിയാം, x = 2y + 2 ആണെന്ന്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ 2 × y-യുടെ വാല്യൂ 6 അല്ലേ, അതിവിടെ കൊടുക്കുക, y-ക്ക് പകരം +2. അപ്പോൾ x = 12 + 2 x = 14 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് നമ്പേഴ്സും കിട്ടി, സ്മോളർ നമ്പറും ലാർജർ നമ്പറും. ലാർജർ നമ്പർ എക്സ് ആയിട്ടാണ് എടുത്തിരുന്നത്, അപ്പോൾ അത് 14 എന്ന് കിട്ടി. സ്മോളർ നമ്പർ y ആയിട്ടാണ് എടുത്തിരുന്നത്, അത് 6 എന്ന് കിട്ടി. അപ്പോൾ സ്മോളർ നമ്പറും ലാർജർ നമ്പറും നമുക്കിവിടെ കിട്ടി. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു ഇക്വേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മാത്രമേ അവർ പറഞ്ഞ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഡിവിഡൻഡ് ഏതാണ്, ഡിവൈസർ ഏതാണെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ ഇത് ഡിവൈസറിനെ കോഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ഈ അടിയിൽ കിട്ടുന്ന റിമൈൻഡർ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ കേസിൽ സ്മോളർ നമ്പറിൻ്റെ 5 ടൈംസ് ആണെന്ന് അവർ പറഞ്ഞു, അതിനെ ലാർജർ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, കോഷ്യന്റും റിമൈൻഡറും 2 ആണ് കിട്ടുന്നതെന്ന് അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫോമിലേക്ക് എഴുതിയത്. ഇതിന്ന് നിങ്ങൾക്ക് നോക്കി എഴുതാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഈ ഇക്വേഷൻ എഴുതി ഇതിൽ നോക്കി ഈ ഡിവിഡൻഡിൻ്റെ സ്ഥാനത്ത് 5y എന്ന് കൊടുക്കണം, ഡിവൈസർ x, കോഷ്യന്റ് മുകളിൽ എഴുതുന്ന 2, റിമൈൻഡർ അടിയിൽ കിട്ടുന്ന റിമൈൻഡർ, ബാക്കി കിട്ടുന്ന നമ്പർ അതെഴുതി. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ രണ്ട് നമ്പർ, സാധാരണ നമ്മൾ രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ അടിയിൽ മുകളിലിട്ട് കൂട്ടുകയാണ് ചെയ്യാറ് അല്ലേ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം x = 2y + 2 എന്നൊരു ഇത് കിട്ടിയത് കൊണ്ട് എക്സിൻ്റെ വാല്യൂ ആണ് അത് 2y + 2. അത് നമുക്ക് ജസ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y-യുടെ വാല്യൂ കിട്ടും. പിന്നെ അത് കൊണ്ടുപോയി നമ്മൾ x = 2y + 2 എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y-യുടെ വാല്യൂവിന് പകരം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y-യുടെ വാല്യൂ കണ്ടുപിടിച്ചത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂയും കിട്ടും. അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. ലാർജർ നമ്പർ നമുക്ക് 14 എന്നും കിട്ടി, സ്മോളർ നമ്പർ നമുക്ക് 6 എന്നും കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇത് നന്നായി ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. തേർഡ് പ്രോബ്ലം, പേജ് നമ്പർ 18-ലെ തേർഡ് പ്രോബ്ലം ആണ്. അപ്പോൾ പ്രോബ്ലം ഒന്ന് റീഡ് ചെയ്യാം. The sum of the digits of a 2-digit number is 11. അതായത് ഒരു 2-digit നമ്പർ ഉണ്ട്, അതിൻ്റെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 11 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോഴാണ്, അപ്പോൾ ഡിജിറ്റ് നമുക്ക് ഒന്ന് എക്സും ഒന്ന് വൈ ആയിട്ട് എടുക്കാം. ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11 എന്ന് കിട്ടിയെന്നാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ദ ഡിജിറ്റ്സ് എന്നെടുക്കാം. അടുത്തത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്. ഇനി നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ച്. അപ്പോൾ ഈ നമ്പർ ഏതായിരിക്കും, ഡിജിറ്റ് എക്സും വൈയും ആണ്. പക്ഷേ ഒരു 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ, 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് വൈ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഇത് തെറ്റാണ്. എക്സ് വൈ അല്ല ഒരു 2-digit നമ്പർ, അങ്ങനെയല്ല എഴുതാം. കാരണം 10x + y എന്ന് എഴുതണം. കാരണം ഇതെന്താണ്, y എന്ന് പറയുന്നത് വൺസിൻ്റെ പൊസിഷനിലുള്ള നമ്പറും എക്സ് എന്ന് പറയുന്നത് ടെൻസിൻ്റെ പൊസിഷനിലുള്ള നമ്പറുമാണ്. അതുകൊണ്ട് 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം, 10x + y എന്ന് തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ 10x + y ഇതാണ് നമ്മുടെ 2-digit നമ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ 2-digit നമ്പർ. ഇതിലെ ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എക്സും വൈയും ആഡ് ചെയ്താൽ 11 കിട്ടുമെന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 2-digit നമ്പർ 37 എടുക്കുകയാണ്. അതിലെ 3ഉം 7ഉം ആഡ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് 47 എന്ന് എടുക്കാം.
7 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 11 എന്ന് കിട്ടുന്നു. പക്ഷെ നമുക്ക് ഈ നമ്പറിനെ എങ്ങനെ എഴുതാം? 47 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 40 + 7 എന്നല്ലേ എഴുതാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്പറിനെ 10x + y അങ്ങനെ എഴുതണം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്ന നമ്പർ 10x + y ആണ്. ഓക്കെ, അതിലെ ഡിജിറ്റുകളാണ് എക്സും വൈയും. ഓക്കെ, സംഖ്യ 10x + y ആണ്. അതിൻ്റെ പ്ലേസ് വാല്യൂ അടക്കം നമ്മളവിടെ എഴുതണം, എങ്കിലേ അത് സംഖ്യയായിട്ട് നമ്മൾ റെപ്രസെൻറ്റ്, അങ്ങനെയാണ് നമ്മൾ സംഖ്യേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് തെറ്റരുത്. പല കുട്ടികളും സംഖ്യ എന്ന് പറയുമ്പോൾ XY എന്ന് എടുത്ത് എഴുതാറുണ്ട്. XY അല്ല സംഖ്യ. സംഖ്യ എന്താണ്? 10x + y ആണ്. എങ്കിലേ നമ്മൾ പ്ലേസ് വാല്യൂ അടക്കം അങ്ങനെ എഴുതുമ്പോഴേ അത് സംഖ്യ ആവുള്ളൂ. ഇങ്ങനെ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സംഖ്യ എന്താണ്? 10x + y ആണ്. അതിലെ ഡിജിറ്റുകളാണ് എക്സും വൈയും. അപ്പോൾ അവർ ആദ്യം പറഞ്ഞിരിക്കുന്ന ഡിജിറ്റ് ആഡ് ചെയ്ത 11 കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് x + y = 11 എന്ന് എഴുതാം. കാരണം അതിലെ ഡിജിറ്റുകളാണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ഏതാ ഡിജിറ്റ്? എക്സും വൈയും. ഓക്കെ, അപ്പോൾ എക്സും വൈയും ഡിജിറ്റുകൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 11 കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ അവർ തന്നുകൊണ്ട് ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് എഴുതാം. ഇനി അവർ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ഡിജിറ്റ്സ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ഇനി അവർ പറയാണ് ഈ നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണ്. 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ഇതാണ് നമ്മുടെ ഒറിജിനൽ നമ്പർ അല്ലേ? ഇനി ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്തു. ഈ ഡിജിറ്റ് ഇവിടേക്കും എക്സ് എന്ന് പറഞ്ഞ ഡിജിറ്റ് ഇവിടേക്കും മാറ്റി. അപ്പൊ എന്തായി? 10y + x എന്നായി അല്ലേ? ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. അപ്പൊ കിട്ടുന്ന സംഖ്യ അത് എന്തിനു തുല്യാന്നാ പറയുന്നത്? പഴയ സംഖ്യയുടെ, അതായത് ഒറിജിനൽ സംഖ്യയുടെ. അതേതാണ്? 10x + y അല്ലേ? ഒറിജിനൽ സംഖ്യയുടെ 27 കൂടുതലാണ്. 27 കൂടുതലാണെന്ന് പറയുമ്പോൾ +27. അപ്പം ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് എക്സും വൈയുടെ ടേമിനെയൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതിനൊരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഇതൊരു ഇക്വേഷൻ കിട്ടി, ഇനി ഇതിനെ ഒരു ഇക്വേഷനിലേക്ക് മാറ്റാം. അപ്പോൾ 10y + x ഇവിടെയുണ്ട്. ഈ +10x ഇവിടേക്ക് വരുമ്പോൾ -10x +y ഇങ്ങോട്ട് വരുമ്പോൾ -y = ഈ 27 അവിടെ തന്നെ നിർത്തിയാൽ മതി. എക്സിൻ്റെ വൈയുടെയും ടേംസിനെയൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരാം. ഇനി ഇത് സോൾവ് ചെയ്യാം. ഇത് +10y, ഇവിടെ ഒരു -10y ഉണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ +9y എന്ന് കിട്ടും അല്ലേ? ഇവിടെ എന്താണ്? 10y -y, അപ്പോൾ 9y. ഇനി ഇവിടെ ഉള്ളത് ഒരു -10x ഒരു +x ആണ്. അപ്പോൾ ഒരു പ്ലസ് ഒരു മൈനസ് വരുമ്പോൾ വലുതിൻ്റെ കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 10ൽ നിന്ന് 1 കുറച്ചാൽ 9, വലുത് മൈനസ് അല്ലേ ഇവിടെ? അപ്പോൾ -9x = 27 ഇവിടെ ഉണ്ട്. അതങ്ങനെ തന്നെ എഴുതി. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം 9ന്റെ ടേബിളിലെ സംഖ്യകളാണ് അല്ലേ? ഇത് 9 ഉണ്ട് 27 എന്ന് പറയുന്നത് 3 9s are 27 ആണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഈ ടേമിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എല്ലാത്തിനും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? ഇവിടെ 9 ഡിവൈഡ് ചെയ്യുമ്പോൾ y ആവും അല്ലേ? y മൈനസ് ഇവിടെ 9/9 1 ആവും. ബാക്കി x അല്ലേ ഉള്ളത്? x = ഇവിടെ 27/9 3 എന്ന് കിട്ടും അല്ലേ? അങ്ങനെ നമ്മുടെ ഇക്വേഷൻ ഇപ്പം എന്തായി? y - x = 3 എന്നായി. അങ്ങനെ ഇത്രയും ചെറിയൊരു ഇക്വേഷനിലേക്ക് നമ്മൾ മാറ്റി. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ പോരെ? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടില്ലേ? ഇനി നമുക്ക് ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ x + y = 11. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ഇത് y - x ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് എന്തെഴുതാം? തിരിച്ചെഴുതാന്ന് പറഞ്ഞാൽ എക്സിന് ആദ്യം എഴുതാം. എക്സിന് ആദ്യം എഴുതുമ്പോൾ എക്സിൻ്റെ ചിഹ്നം അടക്കം ആദ്യം എഴുതണം. അപ്പോൾ എക്സിൻ്റെ ചിഹ്നം മൈനസ് അല്ലേ? അപ്പോൾ -x, വൈയുടെ ചിഹ്നം പ്ലസ് തന്നെയാണ് ഇവിടെ. അപ്പോൾ +y = 3 എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ നമ്മൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ആദ്യത്തെ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി. ഈ ടേമിൽ നമ്മൾ ആദ്യം എക്സിൻ്റെ ടേം എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ എക്സിൻ്റെ ആദ്യം എഴുതുമ്പോൾ ഈ മൈനസ് ആരുടെ ചിഹ്നമാണ്? എക്സിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ ആ മൈനസിന് എക്സിൻ്റെ ഒപ്പം എഴുതണം. ഇവിടെ വൈയുടെ ചിഹ്നം എന്താ? ഇവിടെ എഴുതാറില്ലെങ്കിൽ ഇവിടെ പ്ലസ് ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? വൈയുടെ ചിഹ്നം പ്ലസ് ആണ്. ആ +y അവിടെ തന്നെ എഴുതി. 3 അപ്പുറത്തുണ്ട്, അതങ്ങനെ തന്നെ എഴുതി. വേറെ മാറ്റമൊന്നും നമ്മൾ ആ ഇക്വേഷനിൽ വരുത്തിയിട്ടില്ല.
കാരണം ഇവിടെ എക്സ് ആദ്യം വന്നതുകൊണ്ടാണ് രണ്ടാമത്തെ ഇക്വേഷന് ഞാൻ എക്സ് ആദ്യം എഴുതിയത്. അപ്പോൾ ചില കുട്ടികൾ എക്സ് ആദ്യം എഴുതുകൊണ്ട് എക്സ് മൈനസ് വൈ എന്ന് എഴുതും. അങ്ങനെ എഴുതാൻ പാടില്ല. എക്സ് മൈനസ് വൈ തെറ്റാണ്. എക്സ് വൈ മൈനസ് ഇവിടെ എക്സിൻ്റെ ചിഹ്നമാണ്. അപ്പോൾ മൈനസ് എക്സ് എന്ന് എഴുതണം. പ്ലസ് ഈ വൈ എഴുതുമ്പോൾ ഇവിടെ വൈയുടെ ചിഹ്നം പ്ലസ് അല്ലേ, അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി അത്രയേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ചിഹ്നം അടക്കം നമ്മൾ എഴുതാൻ മറക്കരുത്. ഇസ് ഈക്വൽ ടു 3. ഇനി ഇത് ഈസിയായി സോൾവ് ചെയ്യാലോ. ഇത് രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളാണ് അല്ലേ, ഒരേ നമ്പറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപോലെ ആക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ, ഒരുപോലെ കോയിഫിഷ്യൻറ്റും സൈന് ഡിഫറെൻ്റ് ആക്കലും കോയിഫിഷ്യൻ്റ് സെയിം ആക്കലും ഒക്കെ നമ്മൾ ഇൻറ്റു ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി കോയിഫിഷ്യൻ്റ് ഒന്ന് തന്നെയാണ്, ഡിഫറെൻറ്റ് സൈനുമാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പൊക്കോളും. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 0 ആവും, ഇത് 2y എന്ന് കിട്ടും, ഇത് 11 + 3 14 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2y = 14 എന്ന് കിട്ടും. അപ്പോൾ y = 14/2. ഈ 2 അവിടെ പോയി ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ y = നിങ്ങൾക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റ് 7 എന്ന് കിട്ടി. അതായത് എവിടുത്തെ ഡിജിറ്റാണ്? ഈ വൺസിൻ്റെ പ്ലേസിൽ ഡിജിറ്റ് ആണ് അല്ലേ. ഇനി നമുക്ക് ടെൻസിൻ്റെ പ്ലേസിൽ ഡിജിറ്റ് കിട്ടണം അല്ലേ. ഈ പ്ലേസിൽ എക്സിൻ്റെ വാല്യൂ കിട്ടണം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ വൈയുടെ വാല്യൂ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഇക്വേഷനിൽ. അതായത് x + y = 11. അതിൽ x + വൈയുടെ പകരം നമ്മൾ 7 കൊടുത്തു, = 11. x = ഈ 7 അങ്ങോട്ട് പോകുമ്പോൾ 11 - 7. അപ്പോൾ x = എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ്, അതായത് ടെൻസിൻ്റെ പ്ലേസിലുള്ള ഡിജിറ്റ് കിട്ടി, 4 എന്ന് കിട്ടി. അതായത് ഇവിടെ 4. അപ്പോൾ 4 × 10 40 പ്ലസ് വൈയുടെ വാല്യൂ 7, അപ്പോൾ 47 അല്ലേ. അപ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്? നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്, നമ്പറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, എന്താണ് ആ 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 10x + y ഇതാണ് നമ്മുടെ നമ്പർ അല്ലേ. ഇതിൽ നമ്മൾ എക്സിനും വൈക്കും വാല്യൂ കൊടുക്കാം. അപ്പോൾ 10 × എക്സിൻ്റെ വാല്യൂ 4 പ്ലസ് വൈയുടെ വാല്യൂ 7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 + 7 = 47 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? 47. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ 11 കിട്ടുന്നു, പക്ഷെ നമ്പർ എടുക്കുമ്പോൾ നിങ്ങൾ x + y അങ്ങനെയല്ല എടുക്കേണ്ടത്. 10x + y ആണ് ഇവിടുത്തെ ഡിജിറ്റ് എന്ന് എടുക്കണം. കാരണം 2 ഡിജിറ്റ് നമ്പർ, ഇപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എടുക്കുക? ഇപ്പുറത്ത് പ്ലസ് ഒരു എന്ത് വരും? 100ൻ്റെ പ്ലേസിലുള്ള ആൾ വരും അല്ലേ, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് 10x + y, ഇത് വൺസിൻ്റെ പൊസിഷൻ, ഇത് ടെൻസിൻ്റെ പൊസിഷൻ, അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവരും നന്നായി വായിച്ച് ഓരോ സ്റ്റെപ്പും നന്നായി ചെയ്ത് പഠിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. ഏത് സ്റ്റെപ്പ് എവിടെ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്, അതൊന്നും കൂടെ നോക്കി പഠിക്കുക. വീണ്ടും തന്നെ ചെയ്ത് നോക്കുക. അത് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കി ഉത്തരത്തിലെത്തുന്നത് വരെ, സ്വയം ഉത്തരത്തിലെത്തുന്നത് വരെ തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും.